രൂപ ടോട്ടലാവും. നിങ്ങൾ ആദ്യം ഒരു 5000 രൂപയ്ക്ക് അടച്ചു ഊരി ഇപ്പൊ പുള്ളിയുടെ മുഖത്തേക്കാണ് എന്റെ വായിന്ന് ബ്ലഡ് തെറിച്ചത്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അന്നേരേ നിങ്ങളെല്ലാവരും എന്റെ തമ്പിനയിൽ എന്തായാലും കണ്ടു കാണുമല്ലോ, എന്നിട്ടായിരിക്കില്ലേ നമ്മളെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നത്. അപ്പം ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇട്ടുള്ളതെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇന്നലെ അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് അമ്മയും അച്ചായും ഒക്കെ ആയിട്ട് പോകുന്നൊരു ലോങ് വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ 2 കമന്റ്സ് ഒക്കെ കണ്ടു, എന്ത് പറ്റിയതാണ് എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ കണ്ടു. അല്ലാതെ തന്നെയും ഒരുപാട് റിലേറ്റീവ്സ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറെ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് ഇപ്പോഴും നീ പല്ലിൽ കമ്പി ഇട്ടേക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, ഒരു ദുരനുഭവവും കൂടെ എനിക്കുണ്ട്. അത് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം, കാരണം ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉപകാരമുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. കാര്യം ഒരബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് വരാം. അപ്പം ഇതെന്റെ 3ാമത്തെ പ്രാവശ്യത്തെയാണ് ഞാൻ ഈ പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്നത് കേട്ടോ. 1ഉം 2ഉം അല്ല, 3ാമത്തെ വട്ടമാണ് ഞാൻ എൻ്റെ ഈ പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അങ്ങനെ വരാനുള്ള റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൊച്ചുനാൾ മുതലേ കൈ ഊറുമായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഇടത്തെ കയ്യിലെ തള്ളവരല് ഇങ്ങനെ കൊച്ചുനാൾ മുതലേ ഊറുമായിരുന്നു. അപ്പൊ അമ്മ പറയാറുണ്ട് ചെന്നിയായം അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളൊക്കെ തേച്ച് നോക്കിയിട്ടുണ്ട്, മാറാൻ. എനിക്ക് ആ ശീലം മാറ്റാൻ പറ്റിയിട്ടേ ഇല്ല, ഞാനത് ഊറുമായിരുന്നു. അപ്പൊ നമുക്കത് ഊറുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ ഈ നമ്മൾ ഇങ്ങനെ ഊറുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മോണയുണ്ടല്ലോ, മോണ, അപ്പൊ തള്ളവരൽ വെച്ച് പിള്ളേര് അടിയിലൂടെ ഇങ്ങനെ തെള്ളിയാണ് ഇത് ഊറുന്നത്. അപ്പൊ നമ്മുടെ മോണയാണ് പൊന്തുന്നത്, നമ്മുടെ പല്ലല്ല, മോണയാണ് പൊന്തി വരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി കൊച്ചുനാളിൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോൾ ഇപ്പൊ നാണക്കേടായിട്ട് തോന്നുന്നു. 5-6ാം ക്ലാസ് വരെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ പല്ല് നല്ല രീതിയിൽ പൊന്തിയതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും എൻ്റെ പല്ലല്ല പൊങ്ങിയത്, എൻ്റെ മോണയാണ് പൊങ്ങിയത്. മോണയുടെ ആ എല്ല് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് 13 വയസ്സ്, എൻ്റെ 13ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത് അമ്മയെടുത്ത് ഞാൻ ഭയങ്കര വിഷമമായിട്ട് പറയാം, അമ്മ എനിക്ക് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ഫീൽ ചെയ്യുന്നു, എനിക്ക് പല്ലി കമ്പി ഇട്ട് തരണമെന്ന് ഇങ്ങനെ നിരന്തരം എൻ്റെ അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അമ്മ പറയും, മോളെ നീ കൊച്ചാണ്, ഇപ്പോഴേ ഇടണ്ട, കുറച്ചും കൂടെ ഒന്ന് പ്രായം ആയിക്കോട്ടെ നിനക്ക്, എന്നിട്ട് നമുക്ക് ഇടാന്നൊക്കെ അമ്മ പറയും കേട്ടോ. അതൊന്നും ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ലാസ്റ്റ് എൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് അമ്മ, നമ്മുടെ കൊല്ലത്തുള്ളവർക്ക് അറിയാം ആ സ്ഥലം, കൊല്ലത്ത് ഇരുമ്പ് പാലത്തിന്റെ അടുത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ദുരനുഭവം എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നിങ്ങളും ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. കാര്യം ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് കൊച്ചു പിള്ളേരുടെ പല്ല് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും കൊണ്ട് കമ്പി ഇടുന്ന ഒരു കാര്യം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഓരോ രക്ഷിതാക്കളും പിള്ളേരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഓക്കെ, അങ്ങനെ ഇരുമ്പ് പാലത്തിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവർ എനിക്ക് തോന്നുന്നു 2013 ഈ കാര്യം കേട്ടോ. അന്നേരം ഏകദേശം 10-12,000 രൂപയാണ് അവർ പല്ലിൽ കമ്പി ഇടുന്ന ആ റേറ്റ് പറഞ്ഞത്. അപ്പോഴേ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി അഞ്ജലി തങ്ങണ്ടാന്ന് തോന്നുന്ന കൊച്ചിന്റെ പേര്, 9-ോ 8-ലോ പഠിച്ച കൊച്ചാ. അപ്പൊ അവക്കും സെയിം ഇതേ സ്ഥലത്ത് തന്നെയാണ് കമ്പിട്ട്. പക്ഷെ അവക്കാണെങ്കിൽ മോണക്കല്ല, പല്ല് നല്ല വെളിയിലോട്ട് പൊന്തിയിരിക്കുന്ന പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മോണക്കായിരുന്നു തെള്ളലുള്ളത്. അങ്ങനെ ഈ ഡോക്ടർ അടുത്ത് ചെന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ 4 പല്ല് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണല്ലോ നമ്മൾ കമ്പി ഇടാൻ നേരത്ത്. അങ്ങനെ എൻ്റെ 4 പല്ല് ഡോക്ടർ എടുത്തു. 13ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 4 പല്ല് ഡോക്ടർ എടുത്ത് അതിനുശേഷം കമ്പിയും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ഇട്ടു 1 ഇയർ ഞാൻ ഇട്ടു. നമ്മൾ ഇന്ന് കമ്പി ഇടാം, ഇപ്പൊ ഇന്നത്തെ കാലത്തായാലും 1 മാസം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ചെറിയൊരു വ്യത്യാസമെങ്കിലും ഒരു പല്ലിൽ കമ്പി ഇടുന്ന വ്യക്തിയുടെ മുഖത്ത് വരത്തില്ലേ. ഇതെനിക്ക് 1 വർഷമായിട്ട് കൂടിയും ആ 4 പല്ലെടുത്തല്ല, അത് സത്യം പറഞ്ഞാൽ അയാൾ കമ്പി ഇട്ടുന്നതിനകത്ത് എനിക്ക് ഒരു മാറ്റവും ഇല്ല. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 10-15,000 രൂപയോളം അയാൾ എക്സ്ട്രാ ആ ഫീസ് ഈ ഫീസ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ അയാളെ പേരൊന്നും തുറന്ന് പറഞ്ഞ് ഞാൻ ആരുടെയും ഉപജീവന മാർഗം മുട്ടിക്കാൻ നോക്കുന്നില്ല, കാര്യം അത് ശരിയാകത്തില്ല. പിന്നെ അയാൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ കൊല്ലത്തുള്ള SM കോളേജ് ജംഗ്ഷന്റെ ലക്ഷ്മി ബേക്കറിയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെയാണ് അയാളെ വീട് വരുന്നത്. നിങ്ങൾക്ക് കൊല്ലത്തുള്ളവർക്ക് അറിയാൻ വേണമെങ്കിൽ ലക്ഷ്മി ബേക്കറിയും ലക്ഷ്മി ബേക്കേഴ്സിന്റെയും സുരഭി ബ്യൂട്ടി പാർലറിന്റെ ഒക്കെ അടുത്തായിട്ട് വരും ആ ഡോക്ടറെ വീട്. എന്തായാലും ആ ഡോക്ടർ എന്നോട് ചെയ്ത വലിയൊരു ചതിയായിപ്പോ. അയാൾ സത്യം പറഞ്ഞാൽ ആ കമ്പി ഇട്ട് എൻ്റെ മോണയെല്ലും എൻ്റെ ഓരോ കൊച്ചു ഞരമ്പുകളും എല്ലാം അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ചു. അതായത് നമ്മുടെ ഇവിടുത്തെ എല്ലുകളില്ലേ സ്ട്രെയിറ്റ് ആവേണ്ട സാധനങ്ങൾ ആ കമ്പി 1 വർഷത്തോളം ചുമ്മാ ഇട്ട് അയാൾ എന്തൊക്കെ ചെയ്ത്
അത് വേറെ ലെവലിലോട്ട് മാറിപ്പോയി കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞ എന്റെ പൊങ്ങാത്ത പല്ലും പൊങ്ങി എന്റെ മോന്തയുടെ ഷേപ്പ് വരെ വേറൊരു കോലത്തിലായിപ്പോയി ഞാൻ കേട്ടോ. ചെന്നപ്പോ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും വൃത്തിയായിട്ടില്ലായിരുന്നു, ആ പരുവത്തിലായിപ്പോയി ഞാൻ. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ ഒരു തുമ്പറയിലുള്ള ഒരു കസിൻ ആന്റി പറഞ്ഞു, നമ്മുടെ മാടനടയില് ജഗ്ഗൂസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, ഡോക്ടർ പ്രിയ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ മാടനടയില് ഒരു ബുള്ളറ്റിന്റെ ഷോറൂം എല്ലാവരും അറിയായിരിക്കും, അതിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇപ്പൊ ട്രെൻഡ്സിന്റെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഡോക്ടർക്ക്. അവിടെ ഉള്ള മാടനടയിലെ പ്രിയ ഡോക്ടർ എന്ന് കാണിച്ചു നോക്ക്, ഒരു പെൺകുട്ടിയല്ലേ, അവർക്കത് ബുദ്ധിമുട്ടല്ലേ, വൃത്തിയോടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ശരി, അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ അന്നത്തേക്ക് റേറ്റ് എന്ന് പറഞ്ഞാല് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 15 വയസ്സായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു എന്താ പറയണ്ടേ 15,000 രൂപയോളം അവിടെ സ്റ്റാർട്ടിങ് ആവുമെന്ന് പറഞ്ഞ്. അപ്പൊ ഡോക്ടർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇത് എവിടെ പോയാണ് മോളെ, ഇങ്ങനെയാണ് ഡോക്ടർ ചോദിച്ചത്, നീ ഇത് എവിടെ പോയാണ് മോളെ ഇത് ഇത്രയും വർഷങ്ങളാക്കി വെച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിശദമായിട്ട് ഡോക്ടറെ അടുത്ത് പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞു, എന്റെ പൊന്നെ വളരെ സങ്കടമുള്ള ഒരു കാര്യമായി പോയി, നീ ഒരു കേസ് കൊണ്ട് കൊടുക്കാൻ എന്താ ആ ഡോക്ടർ എന്നോട് ചോദിച്ചത്. നിങ്ങളപ്പം ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ ഒരു 2-3 ഫോട്ടോസൊക്കെ ഒന്ന് കൊടുത്തേക്കാം കേട്ടോ, വേണമെങ്കിൽ 2-3 ഫോട്ടോസ് കൊടുത്തേക്കാം. ആ സമയത്ത് എൻ്റെ മുഖത്തിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചേക്കാം. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദിയുണ്ട് പ്രിയ ഡോക്ടറെ അടുത്ത് ചെന്നതിന് ശേഷമാണ് പ്രിയ ഡോക്ടർ അപ്പൊ ആ ഒരു കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ഈ കേസ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞു കേട്ടോ. നമ്മുടെ കസിൻ ആന്റി പരിചയമുള്ളത് കൊണ്ട് ആന്റി നിർബന്ധിച്ച് പ്ലീസ് പ്രിയ ഡോക്ടറെ കൈവിടരുത്, ആ കൊച്ചിനെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത്, എടുക്കണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എനിക്കിത് ഉറപ്പൊന്നുമില്ല ശരിയാവുന്നു, ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം എന്ന് പ്രിയ ഡോക്ടർ എനിക്ക് വാക്ക് തന്ന്. ട്രൈ ചെയ്യാന്ന് പറഞ്ഞ ഡോക്ടറും ഒരു 2 പല്ലൊക്കെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. കാര്യമില്ല, അയാളിട്ട് മൊത്തം ഗ്യാപ്പ് വരെ പോയി. അങ്ങനെ പ്രിയ ഡോക്ടർ കമ്പിയൊക്കെ ഇട്ട് ഏകദേശം 1 മാസം കേട്ടോ കൂട്ടുകാരെ, 1 മാസം ആയപ്പോഴത്തേക്ക് തന്നെ എൻ്റെ പല്ല് നല്ല രീതിയിൽ എനിക്ക് വ്യത്യാസം വന്നു തുടങ്ങി. ഞാൻ അടിപൊളിയായിട്ട് സെറ്റായി. പല്ല് ഏകദേശം 1 വർഷം ഞാൻ ഇട്ടു. 1 വർഷം കൊണ്ട് എൻ്റെ പല്ല് മോണയൊക്കെ താന്ന് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം 2019 ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2022 ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ. കല്യാണം 2019 കഴിഞ്ഞ് അതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ പോയി. 2022 ആയപ്പോഴത്തേക്കും 22 വയസ്സായപ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ ഈ ഇടത്തെ സൈഡ് നമ്മുടെ ഈ ഇടത്തെ സൈഡിന്റെ ചെവിയുടെ ഈ അറ്റം വരുന്ന ജോയിന്റിന്റെ ഭാഗത്ത് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ഒരു തേങ്ങാടെ വലിപ്പത്തിൽ തന്നെ എൻ്റെ ഈ മുഖം, ഈ കവിളും എല്ലാം കൂടെ പൊന്തി വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത വേദന ആ ചെവിയുടെ ഭാഗത്ത്. എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ എനിക്കാണെങ്കിൽ തുണി എഴുതാൻ പറ്റുന്നില്ല, അക്ഷയിലേക്ക് തുണി നൂത്തിയിടാൻ പറ്റുന്നില്ല, പിന്നെ പെര തൂക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കൈകൊണ്ടാണെങ്കിൽ ഒരു ജോലിയും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും 2 കൈ കൊണ്ടാണെങ്കിൽ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് എൻ്റെ ഈ സൈഡിൽ അങ്ങ് നീര് വെക്കും കേട്ടോ. ആ ഒരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഇരിക്കെ എൻ്റെ അച്ചായി, എൻ്റെ ഹസ്ബൻഡ് എന്നെ നമ്മുടെ NS ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിനെക്കാട്ടി ദുരന്തമായിട്ടുള്ള അനുഭവം, നമ്മൾ ദുരന്തത്തിൽ നിന്നും ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിപ്പോയി കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചോണം. അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു എൻ്റെ 2 എല്ലുകൾ, നമ്മുടെ ഈ 2 എല്ലുകൾക്ക് തേയ്മാനം പറ്റിയിട്ടുണ്ട്, ജോയിന്റ് വിട്ടുപോയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കൊച്ചിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ സംസാരശേഷി വരെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡും പേടിച്ചു പോയ, അമ്മയൊക്കെ പേടിച്ചു. അന്നേരം പറഞ്ഞ ഹസ്ബൻഡ് ചോദിച്ചു എന്ത് വേണേലും ചെയ്യാം, അങ്ങനെ എത്ര രൂപയായാലും കുഴപ്പമില്ലെന്ന് അച്ചായി NS ആ ഡോക്ടർമാരുടെ പറഞ്ഞു. ഓക്കെ, അവര് പറഞ്ഞാൽ ശരി കുഴപ്പമില്ല, എന്നാൽ നമുക്കത് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു 25,000 രൂപ ടോട്ടൽ ആവും, നിങ്ങൾ ആദ്യം ഒരു 5,000 രൂപയ്ക്ക് അടച്ചാൽ മതി എന്നാണ് അച്ചായി എടുത്ത് പറഞ്ഞത് കേട്ടോ. അങ്ങനെ 5,000 രൂപ അച്ചായി ആദ്യം തന്നെ ടോക്കൺ അഡ്വാൻസ് എന്ന നിലയിൽ അവിടെ കൊടുക്കുകയും ചെയ്തേ. അപ്പൊ അതിനുശേഷം അവർ ചെയ്ത ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. നമ്മളുടെ ഈ ഓരോ പല്ലുകളുടെ ഇടയിൽ ഓരോ മാംസം വരുന്നില്ലേ, ഓരോ മാംസം, ആ മാംസത്തിന്റെ എൻഡ് പോയിന്റില് ഓരോ കമ്പി വീതം നമ്മളിലെ കയറുകളൊക്കെ കൂട്ടിക്കെട്ടുമല്ലോ, അതുപോലെ കൂട്ടിക്കെട്ടി ഇട്ടവര് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, ആംഗ്യ ഭാഷയിലെ കാണിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ എനിക്ക് തുമ്മാൻ പറ്റത്തില്ല, വായിക്കോട്ട ഇടാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ 2 ആഴ്ച കാലത്തോളം അത് അനുഭവിച്ച്.
അപ്പൊ ഇതിനകത്ത് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രോ ഇട്ടത് ഇങ്ങനെ നമ്മൾ സ്ട്രോ ഇട്ടിട്ട് എനിക്ക് വെള്ളങ്ങളോ എന്തെങ്കിലും കുടിക്കാൻ പറ്റും. ഒള്ളി ജ്യൂസ് ഐറ്റംസ് മാത്രം, കഞ്ഞി പോലും കുടിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോണം. അപ്പൊ ഇത് റോങ് ആയിരുന്നു. NS ഹോസ്പിറ്റലിൽ അവർ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം വളരെ തെറ്റായിട്ടൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതും നമ്മൾ പറയത്തില്ലേ, ദുരന്തങ്ങളിൽ നിന്നും വീണ്ടും ദുരന്തങ്ങളിലേക്ക് പോയ ആ ഒരു അവസ്ഥയായിപ്പോയി എനിക്ക് അവിടെ കേട്ടോ. അത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ടോൺസിലർ അങ്ങനെ ഇടുക്കി എനിക്ക് പെട്ടെന്ന് പഴുത്തപ്പോഴത്തേക്ക് അങ്ങനെ എന്റെ അച്ചായി എന്നെ പെട്ടെന്ന് ഇടുക്കിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്ന് ഇടുക്കിയിൽ വെച്ചാണ് എന്റെ ടോൺസിലേറ്റ് പഴുത്തത് കേട്ടോ. പഴുത്തപ്പോഴത്തെ നമുക്ക് കൊല്ലത്തോട്ടും വരാൻ വയ്യ, കൊല്ലത്ത് NSലാണല്ലോ ചെയ്തത്, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ അവിടെ നമ്മളെ ഇടുക്കിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഊരി തരണം. അപ്പം വേറൊരാൾ ചെയ്ത കാര്യം വേറൊരാൾ ഊരത്തില്ലല്ലോ. അപ്പൊ ആ ഡോക്ടർ എന്നോട് ചോദിച്ച ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഇത് എന്തുവാ ഈ ചെയ്ത് വെച്ചേക്കുന്നത്? ഇങ്ങനൊരു ട്രീറ്റ്മെന്റിനെ പറ്റി ഞങ്ങൾക്ക് അറിയത്തതുമില്ല, ആരാ ഇത് ചെയ്തതെന്നൊക്കെ പറ്റി അവിടെ ആ ഡോക്ടർ നമ്മളെ വഴക്ക് പറയുകയാണ് കേട്ടോ. എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. അങ്ങനെ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഊരണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളിത് എവിടാണോ ചെയ്തത് ആ സ്ഥലത്ത് നിന്നൊരു ലെറ്റർ നിങ്ങൾ കൊണ്ടുതരണം, എങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ചായനെ ഡോക്ടറെ അടുത്ത് പറയാം, എന്റെ ഹസ്ബൻഡ് ഡോക്ടറെ അടുത്ത് പറഞ്ഞ്, ഡോക്ടറെ കൊല്ലത്താണ് ചെയ്തത്, അവിടെ വരുന്ന പോകാൻ പറ്റത്തില്ല, അവിടെ അവസ്ഥ ഡോക്ടർ കണ്ടാലും ടോൺസിലേറ്റ് പഴുത്ത് നശിച്ചായിരിക്കും, എനിക്ക് വാ തുറക്കാൻ വയ്യ. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഡോക്ടർ എന്തോ ആയാലും, ഡോക്ടർക്ക് സത്യം പറഞ്ഞാൽ ദന്തൽ ഡോക്ടറാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടുത്തെ. അപ്പൊ പുള്ളിക്ക് പോലും ഊരാൻ പറ്റത്തില്ല. പുള്ളി ഇത് എങ്ങനെയോ ഊരിയപ്പോ പുള്ളിയുടെ മുഖത്തേക്കാണ് എന്റെ വായിന്ന് ബ്ലഡ് തെറിച്ചത്. അത്രയൊരു ദുരവസ്ഥയാണ് എനിക്ക് നമ്മുടെ കൊല്ലത്ത് NS ഹോസ്പിറ്റലിലെ ദന്തൽ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ചത് കേട്ടോ. പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞ ഒരു 2023, 2024 ആയി. അപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളില്ലാതെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെയും എനിക്ക് വയ്യ. എൻ്റെ ഈ ചെവിയുടെ, അതായത് ഇടത്തെ ഈ സൈഡിലാണ് എനിക്ക് വരുന്നത് മൊത്തം. ഇടത്തെ ചെവിയുടെ സൈഡില് വീണ്ടും നീര് വെച്ച് എനിക്ക് വേദന കാരണം വയ്യ. പല്ലാണെങ്കിൽ അനക്കാനും വയ്യ. എന്തുവെന്ന് അറിയാമോ, അണപ്പല്ലിനാണ് വേദന. അന്നേരം എന്റെ പൊന്നു ദൈവമേ, അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അച്ചായിയുടെ അമ്പലത്തില് ഒരു ഫ്രണ്ടോ ആരോ വന്നിട്ട് തിരുമേനി എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ തിരുമേനിയുടെ വൈഫിനെ എന്തായാലും നമ്മുടെ മീയന്നൂരുള്ള അസീസിയ മെഡിക്കൽ ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടോ. മെഡിക്കൽ കോളേജാണ് അത്, ഡെന്റലിന്റെ മെഡിക്കൽ കോളേജാണ്. അങ്ങനെ അവിടേക്ക് അച്ചായി ഞാനും കൂടെ ഒരു ദിവസം എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2025 തുടക്കത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവര് നമ്മൾ ഒരുപാട് നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുമോ കേട്ടോ. ഒരുപാട് സെക്ഷനിലേക്ക് നമ്മളെ പറഞ്ഞു വിടും. ആദ്യം അവർ എക്സ്റേ എടുത്തു. അങ്ങനെ ഓരോ ആദ്യം സീനിയർ ഡോക്ടേഴ്സുമായി നമ്മൾ നോക്കി ഇങ്ങനെ പോയി എക്സ്റേകൾ പല രീതിയിലൊരു എക്സ്റേ എടുക്കും കേട്ടോ. പല്ലിന്റെ ആ രീതി ഇങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കണ്ടു എന്റെ ഇവിടെ നീരും പഴുപ്പും കൂടെ കിടക്കുന്നതായിട്ട് കണ്ടു. ചോര നീരങ്ങനെ പറയത്തില്ലേ, അങ്ങനെ അവർ ഒരു കുപ്പി ട്രിപ്പ് ഇട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു ഹൂട്ടയിടും, ഒരു ഹോൾ ഇടും, ഡ്രില്ല് ചെയ്യുന്ന കണക്ക് ഈ ചെവിയുടെ എൻഡ് ഭാഗത്ത്. ആ ഡ്രില്ല് ഇട്ടിട്ട് അതിനകത്തുനിന്ന് അവർ പഴുപ്പും ചോരയും നീരും വെള്ളവും എല്ലാം കൂടെ ഒരു സിറിഞ്ച് നിറയെ വലിച്ചെടുത്ത് കേട്ടോ. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങള് പ്രൊഫസറും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ്, ഈ കൊച്ചിന്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറഞ്ഞാല് കൊച്ചുനാള് വെയിറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, കാരണം എന്റെ അച്ചാച്ചൻ കിടപ്പിലായിരുന്ന സമയമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വെളിരാജ്യത്താണ്, പിന്നെ പ്രത്യേകിച്ച് സഹായിക്കണമെന്നും ആരുമില്ല. അമ്മയും അച്ചാമ്മയും ഞാനും വീട്ടിലുള്ളായിരുന്നു. അന്നേരത്തേക്ക് അച്ചാച്ചനെ പൊക്കുമ്പോ അമ്മയുടെ അച്ചാമ്മയുടെ ഒക്കെ കൂടെ ഞാനും കൊച്ചല്ലേ, ഞാനിവിടെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് അച്ചാച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ മനുഷ്യർ, അത്രയ്ക്കും വെയിറ്റ് ഉള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ. വെയിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ മേളിൽ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വന്ന് വീട് ഈ സൈഡ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല, ഏറ്റവും റീസൺ എന്ന് പറഞ്ഞാല് ആ 13 വയസ്സിൽ ഇരുമ്പ് പാലത്തിന്റെ അടുത്ത് പോയ ഒരു മന്ദബുദ്ധിയായ ഡോക്ടറെ അടുത്ത് കമ്പിയിട്ട് അയാൾ എന്റെ മോണ താരണ്ടതിന് പകരം എല്ലുകളെല്ലാം വേറെ വഴിയിലേക്ക് തിരിച്ചു വിട്ടെന്നാണ് എനിക്ക് അസീസിലെ ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവര് പറയും നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ് ഇട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ ഇംപ്ലാന്റ് ഇട്ട് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യണമെങ്കിലും 1.5 ലക്ഷത്തിന് മുകളിൽ അല്ലെ 1 ലക്ഷത്തിനെങ്കിലും മീതെ ആവും കേട്ടോ. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് ഇവിടെ 10-25,000 രൂപയ്ക്ക് അകത്താണ് അസീസിയ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റാർട്ടായി ഇപ്പൊ എന്റെ ഇംപ്ലാന്റ് വരെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്റെ വാ തുറക്കുമ്പോ 2 അണപ്പല്ലില് 2 നീല കളർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതൊന്നും പറയാൻ എന്റെ കടി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കടിക്കുമ്പോ ആ കടി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന്. രണ്ടാമത് പറയാൻ ഇനി ഒരു കാര്യം കാണിച്ചു തരാം.
കണ്ട എന്റെ ഈ മോണയ്ക്കകത്താണ് 2 സ്ക്രൂ പോലെ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന മെഷീൻ കണക്കൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവർ മോണയുടെ എല്ലിൽ നമ്മുടെ മോണയ്ക്കകത്ത് വരുന്ന ആ എല്ലിനകത്താണ് അവര് ഡ്രില്ല് ചെയ്തിട്ട് 2 സ്ക്രൂ ഇട്ടേക്കുന്നത്. ആ സ്ക്രൂവിന്റെ പേരാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഈ മോണ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങ് താരും നല്ല അകത്തോട്ട് താന്ന് വരുമ്പോഴത്തേക്ക് എന്റെ ഇവിടുന്ന് 2 സൈഡിൽ നിന്നും വിട്ടുപോയ ജോയിന്റുകൾ കറക്റ്റ് ആയിട്ട് താടിയെല്ലാം നേരെയാവും. അപ്പൊ എന്റെ യഥാർത്ഥ റിയൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ജോയിന്റ് വിട്ടുപോയി താടിയെല്ലിന് തേയ്മാനം സംഭവിച്ചു. ഇത് 2 സംഭവിച്ചത് എങ്ങനെയാണ്? 13 വയസ്സിൽ അറിവില്ലാത്ത ഒരു ഡോക്ടർ ചെയ്ത പ്രവൃത്തിയിലൂടെയാണ് എനിക്കിത് സംഭവിച്ചത്. അപ്പൊ പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ, പല ആൾക്കാരും പറയാറുണ്ട് അസിസിയ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ചെയ്യുന്നതാണ്. തെറ്റാണത്, വളരെ തെറ്റായ കാര്യം. ആദ്യം സീനിയർ ഡോക്ടർമാരും പ്രൊഫസർമാരും നോക്കി നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷമാണ് മറ്റുള്ള ഡോക്ടർമാര് പഠിക്കുന്നവരായാലും നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇനി എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ള ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, നിങ്ങളെ മക്കൾക്ക് പല്ലിൽ കമ്പിയിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്നവരായി നിങ്ങൾ കമ്പിയിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ആദ്യം നല്ലൊരു ദന്തൽ ഹോസ്പിറ്റൽ എവിടാന്ന് നിങ്ങൾ തിരക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഡോക്ടറാണ് നിങ്ങൾക്ക് ഉറപ്പ് 100% മേൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി എൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് എവിടെ പോകാനാന്ന് നിങ്ങൾ ചോദിച്ചാല് പരസ്യമോ അല്ലെ കൊളാബറേഷനോ ഒന്നുമല്ല, എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ നേരെ അസിസിയ മെഡിക്കൽ കോളേജ് മിയന്നൂരിലേക്ക് പോയിക്കോളൂ കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പല്ലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മോണയ്ക്ക് നിങ്ങളുടെ താടിയിൽ തന്നെ എന്താണോ റിയൽ പ്രശ്നം എന്നവർ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ കൊച്ചു പിള്ളേർക്കൊക്കെ കമ്പി ഇടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്ര ദൂരെയാണെങ്കിലും അവിടെ കൊണ്ടുപോകുക, അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. അപ്പൊ ഇതാണ് എൻ്റെ പല്ലിൽ കമ്പി 3 വട്ടം ഇടാനുള്ള സ്റ്റോറി. അപ്പം ഇതാണ് എൻ്റെ ഒരു ജീവിത അനുഭവം കേട്ടോ. അപ്പൊ ഈ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ അനുഭവം പകർന്നു തരാനും ഇനി നിങ്ങൾക്ക് ആർക്കും ഈ ഒരു മണ്ടത്തരം പറ്റാതിരിക്കാനുമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. എന്തിനാണെന്നറിയാമോ? നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഈ ഒരു അനുഭവം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂട്ടുകാരിലേക്കും എത്താൻ മടിക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു അനുഭവം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. പിന്നെ ഞങ്ങൾ അസിസിയ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ.